അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, കോപം വരുത്തിയ വിന എന്ന ചരിത്രകഥയുടെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. സ്വഹാബാക്കളുടെ മനസ്സുകളിൽ ദുഃഖത്തിൻ്റെയും വേവലാതിയുടെയും കൊടുങ്കാറ്റ് സംഭവിച്ചതുപോലെ മഹാനായ അബൂദൽ ഗിഫാരിയുടെ ജാമ്യം പരിചയമില്ലാത്തവന് വേണ്ടി ഇങ്ങനൊരു സാഹസം കാട്ടാൻ അവർ എന്തിന് മുതിർന്നു എന്നാർക്കും മനസ്സിലായില്ല. കേട്ടവർ ദുഃഖത്തിലാണ്ടു. ദിവസങ്ങൾ കടന്നുപോയി. ഒരാഴ്ച ഇന്ന് പൂർത്തിയാവുകയാണ്. നടപ്പാകുന്ന മൈതാനിയിൽ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. അമീറുൽ മോമിനീനും ആരാച്ചാരുമെത്തി. നിമിഷങ്ങൾ അടർന്നു വീഴുകയാണ്. ഇതുവരെയും സാലിം മടങ്ങിയെത്തിയിട്ടില്ല. ഇനിയും അയാൾ വന്നു ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതെങ്ങനെ? സ്വഹാബികളുടെ മുഖങ്ങളിലെല്ലാം ദുഃഖത്തിൻ്റെ കാർമേഘം വന്നു മൂടി. അബൂദൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കുന്ന മുഖവുമായി മുൻനിരയിൽ തന്നെയുണ്ട്. സാലിം രക്ഷപ്പെടാനെടുത്ത അടവായിരിക്കും. ഇനി അയാൾ വരില്ല. അതോർത്തപ്പോൾ സഹാബികൾ അറിയാതെ തേങ്ങിപ്പോയി. അബൂദൽ ഗിഫാരി, അമീറുൽ മുഅ്മിനീന്റെ ശബ്ദം. സ്വഹാബാക്കളും സദസ്സും ഒന്നാകെ ഞെട്ടി. കണ്ണുകൾ നിറയാൻ തുടങ്ങി. വെള്ളിടി പോലെ സ്വഹാബികൾ ആ കേട്ട ശബ്ദം നിലക്കും മുമ്പ് തന്നെ മറ്റൊരു ശബ്ദവും അവർ കേട്ടു. ഒപ്പം ഒരു കുതിര കുളമ്പടി ശബ്ദവും. അമീറുൽ മുഅ്മിനീൻ കടിഞ്ഞാൻ വലിച്ചുടൻ ചാടിയിറങ്ങുകയാണ് സാലിം. എന്നിട്ട് അമീറുൽ മുഅ്മിനീന്റെ മുന്നിൽ വന്നുകൊണ്ട് സലാം പറഞ്ഞു. അരുതാത്തതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അൽഹംദുലില്ലാ. അമീറുൽ മുഅ്മിനീൻ, എന്നോട് ക്ഷമിച്ചാലും ഞാൻ അല്പം വൈകിപ്പോയി. സാലിം വേഗം ചെന്ന് അബൂദൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ ഗാഢമായി പുണർന്ന് ചുംബനമർപ്പിച്ചു. അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങയുടെ മേലുണ്ടാവട്ടെ. എൻ്റെ ഹബീബായ മുത്തുനബിയുടെ ചങ്ങാതിയാണല്ലോ നിങ്ങൾ. ഈ മഹാപാപിയുടെ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യണേ. സാലിമിനെ വിശ്രമിക്കാനും പൈതാഹമടക്കാനും അല്പസമയം കൂടി ഖലീഫ അനുവദിച്ചു കൊടുത്തു. ഒരു കോപ്പ വെള്ളവും ഒരു കാരക്കയും മാത്രം കഴിച്ച് സാലിം എഴുന്നേറ്റു വന്നു. അങ്ങ് ഞാൻ സുജൂദിൽ കിടക്കെ വധിക്കാൻ കൽപ്പിക്കുമോ? ഇതെൻ്റെ അപേക്ഷയാണ്, സാലിം പറഞ്ഞു. ഇല്ല സാലിം, ഇത് സാധ്യമല്ല. നിങ്ങൾ ആദ്യം എന്താണ് വൈകിയതെന്ന് പറയൂ. വൈകാനുള്ള കാരണം പറയൂ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചതിലും നേരത്തെ വീട്ടിലെത്തി. ഒരു ദിവസം വീട്ടിൽ തങ്ങാനുള്ള സമയമുണ്ട്. നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ സന്തോഷത്തോടെ കഴിച്ചു. എല്ലാ നിലയിലും ഞാൻ ഭാര്യയെയും മക്കളെയും സന്തോഷിപ്പിച്ചു. മക്കളെ കെട്ടി പുണർന്ന് ഞാൻ ഉറങ്ങി. പിറ്റേന്ന് മറ്റൊരു സംഭവമെന്നോണം എൻ്റെ കഥ ഞാൻ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. കഷ്ടമായി പോയി. അയാൾ വൃദ്ധനെ അടിക്കരുതായിരുന്നു, ഭാര്യ പറഞ്ഞു. ധിക്കാരമാണല്ലോ അയാൾ ചെയ്തത്. വൃദ്ധൻ്റെ പ്രായം പോലും അയാൾ മാനിച്ചില്ലല്ലോ. ഉമ്മ പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ അവരുടെ മുഖങ്ങൾ ശ്രദ്ധിച്ചു. അയാളുടെ മേൽ ഒരു സഹതാപവും ഞാൻ കണ്ടില്ല. ഉമ്മയുടെ അടുത്ത് ചെന്ന് ഞാൻ അവരെ ഗാഢം പുണർന്നിട്ട് പറഞ്ഞു, ഉമ്മയുടെ ഈ മോനാണുമ്മ ആ യാത്രക്കാരൻ. എന്നെ സന്തോഷത്തോടെ നിങ്ങൾ തിരിച്ചയക്കണം. മോനെ. അത് കേട്ടപാടെ എൻ്റെ ഉമ്മ തളർന്നുപോയി. എൻ്റെ കരവലയത്തിൽ നിന്ന് കിടുകിട വിറക്കുകയാണ് എൻ്റെ ഉമ്മ. ഞാൻ അവരെ താങ്ങിയിരുത്തി. കേട്ടപാടെ ഭാര്യയും മക്കളും മാർത്തുലച്ച് കരയാൻ തുടങ്ങി. ഇല്ല, നിങ്ങളങ്ങനെ ചെയ്യില്ല, ഭാര്യ വിലപിച്ചു. ഞാൻ വീണ്ടും കാര്യങ്ങൾ വ്യക്തമാക്കി. നിങ്ങൾ ഇനി മടങ്ങിപ്പോവണ്ട. നിങ്ങളുടെ നാടും വീടുമൊന്നും അവർക്കറിയില്ലല്ലോ. വേണ്ടുപ്പ, ഉപ്പ പോണ്ട ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളും കരയാൻ തുടങ്ങി. പോണ്ട മോനെ, എൻ്റെ പൊന്നാര മോനെ, നീ പോകല്ലേ, ഞങ്ങളിതെങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞു ഉമ്മയും കരയാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചങ്ങാതി അബൂദൽ ഗിഫാരിയുടെ ജാമ്യത്തിലാണുമ്മ ഞാനിങ്ങോട്ട് വന്നത്. ഞാൻ മടങ്ങിച്ചെല്ലാതിരുന്നാൽ ആ മഹാനാണുമ്മ മരിക്കേണ്ടി വരിക. അമീറുൽ മുഅ്മിനീൻ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ തൊട്ട് അണുകിട വിട്ടുവീഴ്ച ചെയ്യുന്ന ആളല്ല. എനിക്ക് പകരം റസൂൽ കരീം തങ്ങളുടെ പ്രിയങ്കരനായ സ്വഹാബി മരിക്കേണ്ടി വന്നാൽ അള്ളാഹു ഈ മഹാപാപിക്ക് മാപ്പ് തരുമോ ഉമ്മ? നബിയുടെ വെറുപ്പ് സമ്പാദിച്ചാൽ മഹ്ശറിലെ എരിഞ്ഞു കത്തുന്ന കൊടും ചൂടിൽ മുത്തുനബിയുടെ കൊടിയുടെ തണലേക്ക് കിട്ടുമോ ഉമ്മ? ആയുസ്സാർക്കും ഈ ഭൂമിയിൽ തൃപ്തപ്പെട്ട് കിട്ടിയതല്ലല്ലോ ഉമ്മ. വേണമെങ്കിൽ റബ്ബിനെ ഇപ്പോൾ ഇവിടെ വെച്ച് എന്നെ മരിപ്പിച്ചുകൂടെ? അങ്ങനെ വന്നാൽ അത് നിങ്ങൾക്ക് തടയാനാകുമോ ഉമ്മ? നിങ്ങളുടെ തടസ്സം എന്നെ നിത്യമായ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണുമ്മ. ഞാൻ നരകത്തിൻ്റെ വിറകാകണോ ഉമ്മ? ഉമ്മ ദുഃഖങ്ങൾ തേങ്ങൽ ലയിപ്പിച്ചു.
കണ്ണുനീരായി അതൊലിച്ചിറങ്ങാൻ തുടങ്ങി. ഭാര്യയും മക്കളും എന്നെ വേർപിരിയാൻ തയ്യാറായില്ല. അവരെന്നെ വട്ടം പിടിച്ച് പൊട്ടിക്കരഞ്ഞു. സമയം കടന്നു പോയപ്പോൾ എൻ്റെ ക്ഷമ കെട്ടു. ഞാൻ അവരെ കുടഞ്ഞെറിഞ്ഞിട്ട് കുതിരപ്പുറത്ത് കയറി പാഞ്ഞു വരികയായിരുന്നു. അങ്ങനെ അല്പം വൈകിപ്പോയി. അമീറുൽ മുഅ്മിനീൻ ഈ സാലിമിതാ വിധി ഏറ്റുവാങ്ങാൻ തയ്യാറായി നിൽക്കുന്നു. അവസാനമായി 2 റക്അത്ത് നിസ്കരിക്കാം, എനിക്ക് അനുവാദം തന്നാലും. 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ സാലിമിനെ വധിച്ചുകൊള്ളുക. ഖലീഫന്റെ കൽപ്പന അവസാനിക്കും മുമ്പ് തന്നെ വൃദ്ധന്റെ മക്കൾ ഖലീഫയുടെ മുന്നിലെത്തി. അമീറുൽ മുഅ്മിനീൻ, അരുത്, സാലിമിന് ഞങ്ങൾ മാപ്പ് നൽകിയിരിക്കുന്നു, മാപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു, അങ്ങ് അനുവദിച്ചാലും. പുഞ്ചരിയുടെ ഖലീഫ അറിയിച്ചു, അൽഹംദുലില്ലാ, സാലിം, നിങ്ങൾക്കിവർ മാപ്പ് നൽകിയിരിക്കുന്നു, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക. സാലിം ഓടി വന്ന് ചെറുപ്പക്കാരെ ഗാഠമായി പുണർന്ന് ചുംബനമർപ്പിച്ചുകൊണ്ട് അതാ സാലിം എന്ന ചെറുപ്പക്കാരൻ തൻ്റെ നാട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങിപ്പോവുകയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ അൽഫ മറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.